ഈ കാണുന്ന പോലെ നല്ലൊരു കക്ക റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ. മൂസക്കാക്കന്റെ മീൻപെട്ടിയിൽ വല്ലപ്പോഴും മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ് ഈ കക്കകള്. കിട്ടിയാല് ഉമ്മമോട്ട് വിടാറുമില്ല. അപ്പൊ പിന്നെ ഉമ്മമ്മയുടെ അതേ റെസിപ്പിയിൽ ഇന്നൊരു കക്ക റോസ്റ്റ് ഉണ്ടാക്കി നോക്കാം. നല്ല ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വലിയ ജീരകം പൊട്ടിച്ച് സവോള അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സവോള നല്ലോണം മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇച്ചിരി കൊച്ചുള്ളിയും ഇച്ചിരി വെളുത്തുള്ളിയും ഇച്ചിരി പച്ചമുളകും ഇച്ചിരി ഇഞ്ചിയും കൂടി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. അത് അവിടെ കിടന്ന് നല്ലോണം വരണ്ടു വന്നു കഴിഞ്ഞാൽ 2 സ്പൂൺ മുളക് പൊടിയും ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് നല്ലോണം ഒന്നുകൂടി മൂപ്പിച്ചു കൊടുക്കണം. അതങ്ങ് മൂത്ത് വരുന്ന സമയം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനിയിപ്പോൾ മസാലയൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്കകൾ കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് നന്നായി വഴറ്റണം. നല്ലോണം ഒന്ന് വഴണ്ടു വരുമ്പോൾ എല്ലാം കൂടി തട്ടിപ്പൊത്തി വെച്ച് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ചെറു തീയിലങ്ങനെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. നല്ലോണം വെന്ത് കഴിഞ്ഞാൽ കക്ക റോസ്റ്റ് റെഡിയായി കിട്ടും. സ്ഥിരമായി അയലയും മത്തിയും മാത്രം കിട്ടുന്ന മൂസക്കാക്കാന്റെ മീൻപെട്ടിയിൽ വല്ലപ്പോഴും മാത്രം കാണുന്ന കക്കയിറച്ചികൾക്ക് പ്രിയമേറെയായിരുന്നു. നല്ലോണം ഉലർന്നു വന്ന കക്കയിറച്ചിയിലേക്ക് ഇത്തിരി ഗരം മസാലയും നല്ല പച്ച കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ കക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉമ്മുമാന്റെ ഇതേ റെസിപ്പിയിൽ ഒന്ന് കക്കയിറച്ചി ഉണ്ടാക്കി നോക്കണേ. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്.